പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാം കൊമ്പിൽ പ്രിയമുള്ള സത്യത്തിൽ ഇതാ ഞങ്ങള് രണ്ടാമത്തെ ദിവസമാണ് പാലക്കാട്. നമ്മൾ പാലക്കാട് കൽപ്പാത്തിയിലുള്ളത്. ഇത് സിനിമയിൽ ഇതിൽ മാത്രം കണ്ടതിനെ കൊണ്ടായിരിക്കും കൽപ്പാത്തി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. പിന്നെ ഇവര് അമ്പലങ്ങള്, ഈ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ കളം എഴുതി അതൊക്കെ കാണുന്ന സമയത്ത് എന്താ പറയാ ഭയങ്കര ഒരു പാലക്കാടുകാർക്ക് എല്ലാരും ബിഗ് ഹൈ. നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ട്? നമ്മൾ ഇന്നലെ ഇത് ഇട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു നമ്മൾ പാലക്കാട്. ഒരുപാട് ആൾക്കാർ പറഞ്ഞ് നമ്മളെ നാട്ടിലേക്ക് സാധനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൂവെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് തന്നെ ഞാൻ എന്താ പറയുക, ഒരു തമിഴ് ടച്ച് ഉണ്ടല്ലോ. അപ്പൊ അത് ശരിക്കും ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയപ്പോ ചിന്തിക്കുന്നത് ഒരു മൂക്കൂത്തിയെല്ലാം കുത്തായിരുന്നു. കാരണം അത്രയും എന്താ ഭയങ്കര ഒരു നല്ലൊരു പ്രത്യേകിച്ച് കുറെ ദിവസമായിട്ടോ, കുറെ ദിവസം എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് തൊട്ടേ പറയുന്നുണ്ട് പാലക്കാട് പോകണം, നമുക്ക് പാലക്കാട് പോകണം. അപ്പോ എന്റെ ഒരു ഫ്രണ്ട് അരുണേട്ടൻ എന്റെ സാറായിരുന്നു. പക്ഷെ ഇപ്പൊ സാറെന്ന് വിളിക്കുന്നത് 14 കൊല്ലം മുമ്പേ കാണുന്നത്. അതൊക്കെ വന്ന് അവരുടെ വീട്ടിലായിരുന്നു താമസവും കാര്യമൊക്കെ. അവിടുന്ന് രാവിലെ ഇറങ്ങിയതാണ്. എല്ലാം ഇന്ന് പാലക്കാട് മൊത്തം ഒന്ന് ഇറങ്ങണം. അപ്പൊ ആദ്യം വന്നത് കൽപ്പാത്തിയിലുള്ള ഈ അഗ്രഹാരമൊക്കെ കാണണം. അതുപോലെ ഇപ്പൊ ആദ്യം അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ ഇറങ്ങി. ഓണത്തിന് മാത്രല്ല നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഇടുള്ളൂ. എന്താ ഈ കുഞ്ഞു കുഞ്ഞു വീടുകളോടെ ഇതിങ്ങനെ കോലം വരയ്ക്കാന്നൊക്കെ പറഞ്ഞത് എന്തിൻ്റെതാണെന്നൊന്നും പറഞ്ഞൂടാ. എന്നാലും അതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസം. രണ്ടാളും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെ സ്ഥലമൊക്കെ കണ്ടതിന്റെ ഒരു ത്രില്ല കേട്ടോ. എല്ലാ വീടിന്റെ മുമ്പിൽ ഇതേപോലെ ഇങ്ങനെ കോലം ഇതൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കുന്നുണ്ട്. ശേഷം പിന്നെ ഞങ്ങൾ ഓരോ വീടും നോക്കി കേട്ടോ നടക്കുന്നത്. കാരണം അത്രയും ഭംഗിയുണ്ട്. അടുത്തടുത്തായിട്ടുള്ള വീടും അതേപോലെ അതിൻ്റെ ഓരോ മുറ്റത്തും ഇങ്ങനെ കോലം വരച്ചിട്ടുള്ളത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ പൈസ എടുക്കാൻ വേണ്ടി സൈഷറിന് ATM പോയി. അവിടുന്ന് പിന്നെ ഇനി അടുത്തേ ഞങ്ങൾക്ക് ചായ കുടിക്കണമല്ലോ, അത് പരിപാടി കേട്ടോ. പിന്നെ അതേപോലെ അമ്മ പച്ചക്കറി ഉന്തിക്കൊണ്ടുവന്ന വണ്ടി, അത് ഞാൻ ഇവിടെ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കാണാനില്ല. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഉന്തി നോക്കി കേട്ടോ. അവിടുന്ന് പച്ചക്കറിക്കാരൻ പറയുകയും ചെയ്തു ഉന്തിക്കോന്ന്. കാരണം എന്തോ ഒരു ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ. അടുത്ത പരിപാടി ചായ കുടിക്കലാണല്ലോ. ഒന്നും കഴിക്കാതെയല്ലേ വന്നേ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി കേട്ടോ. അവിടെ നോക്കുമ്പോൾ നമ്മളെ കാണെ തന്നെയാണ് കേട്ടോ ദോശ ചുടുന്നത്. നെയ് റോസ്റ്റ് നല്ല അടിപൊളി വലുപ്പത്തിൽ വലിയൊരു ചട്ടിയിൽ നല്ല രസമാക്കിയിട്ട് പരത്തി ചുടുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നെയ്യ് എന്താ പറയുക, ശരിക്കും നെയ്യിൻ്റെ ഒരു മണം തന്നെ ആ ഹോട്ടലിൽ കംപ്ലീറ്റ്. എന്ത് സാധനത്തിനും ഒരു നെയ്യിൻ്റെ സ്മെല്ല് നല്ലൊരു, നമ്മൾ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ ആ ഒരു അവസ്ഥ കേട്ടോ. അപ്പോൾ മക്കൾ മുഴുവൻ നെയ് റോസ്റ്റ് വാങ്ങി. അപ്പം എനിക്ക് പുതിയതൊക്കെ ഓരോന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് വിചാരിച്ചിട്ട് പൊങ്കലുണ്ടോയെന്ന് വെച്ച്. അപ്പോൾ ആ സംഭവം ഇല്ല കേട്ടോ അവിടെ. അവസാനം ഞാൻ ഊത്തപ്പം വാങ്ങി കേട്ടോ. എന്തായാലും എല്ലാത്തിനും നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഊത്തപ്പത്തിനൊക്കെ തന്നെ. അതിനുശേഷം പിന്നെ നമ്മൾ ഏറ്റവും കൊല്ലങ്കോട് കാണണം എന്നുള്ള ആഗ്രഹത്തിലാണല്ലോ. അപ്പം കൊല്ലങ്കോടേക്ക് പോകേണ്ടിയിട്ട് വേണ്ടി ഞങ്ങൾ പാലക്കാട് സ്റ്റാൻഡിലെത്തി. പാലക്കാട് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞ ശേഷമാണ്, ബസ്സിൻ്റെ സൈഡ് ഭാഗത്തായിരുന്നു എനിക്ക് സീറ്റ് കിട്ടിയത്. എൻ്റെ അമ്മ ഒന്നും പറയണ്ട, അത്രയും നല്ല വ്യൂ. കൊല്ലങ്കോട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് നല്ല, പക്ഷെ എന്താ ഇതിന്റെ അല്ലേ ശരിക്കും നോക്കിയോ, ബ്യൂട്ടി നോക്കൂ. സിദ്ധു വന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു കുതിര വണ്ടിനുള്ളിൽ ഒരാളിരിക്കുന്നു. സിദ്ധു ഇതാണ് നല്ല ഉഷാറിൽ ഇരിക്കുന്നുണ്ട്. ഇതാ കുഞ്ഞും കൂടി ഇതിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാം കൊമ്പിൽ പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്ന് പൂങ്കുയിലൊന്നു പാടി പറഞ്ഞു.
പൂങ്കുയിലൊന്നു പാടി പറഞ്ഞു. നിനയാത്ത നേരത്തിൻ പടിവാതിലിൽ ഒരു പദവിൻ. ഇത് ശരിക്കും ഒരു സ്വർഗത്തിലെത്തിയ പോലെ ഉണ്ട് കേട്ടാ. എന്താ അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയാം. ഈ നെൽപ്പാടങ്ങൾ ഇങ്ങനെ ഇതാ അങ്ങ് കണ്ണെത്താ ദൂരം വരെ. എങ്കിലും ഇവിടത്തെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് പച്ചപ്പാടങ്ങൾ ഇങ്ങനെ എന്തോ ചെറിയ ചെറിയൊരു കുടിലിടം എന്നാ ശരിക്കും അതിന്റെ പേര്. കാരണം ഇടക്കിടക്ക് ഓരോ ചെറിയ ചെറിയ ഇതാ ഇതേപോലത്തെ കുടിലുകളുണ്ട്. വെക്കേഷൻ ആയതിനെ കൊണ്ടായിരിക്കും നിറയെ. പിന്നെ ഈ മലകള് എന്താ അതിന്റെ ബ്യൂട്ടി. വെയിലെല്ലാം നല്ലോണം താഴ്ന്നതല്ല, മഴക്കാറുള്ളതിനെ കൊണ്ടാന്ന് തോന്നുന്നു. നല്ലോണം കുറഞ്ഞതിനെ കൊണ്ട് ഭയങ്കര ഭംഗിയാട്ടോ ഒപ്പം കാണാൻ. എന്താ ഇവിടെ തന്നെ ഇതേപോലെയുള്ള ഉള്ളോട്ട് കുറച്ച് ഗ്രാമങ്ങൾ ഉണ്ട് എന്നാണ് കേട്ടത്. ഈ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ അധികം വീഡിയോയിൽ ഒരു മുത്തശ്ശീനിയൊക്കെ കാണലുണ്ട് കൊല്ലങ്കോടുള്ള. കാണാൻ പറ്റുമായിരിക്കും, അവിടേക്കൊക്കെ ഒന്ന് ചെന്ന് നോക്കിയാല്. പക്ഷെ ഇപ്പം വെയിൽ നല്ലോണം ഇതായിട്ടുണ്ട്, മഴക്കാറാണ്. ഇപ്പാണ് ഒറിജിനലായിട്ടുള്ള മലയുള്ള ഭംഗി. അതൊന്ന് കാണിച്ചു തയ്ച്ചേട്ടാ ആ മലയുടെ ഭാഗത്തേക്ക്. പാലക്കാട് ഇവിടെ 2 പട്ടി ഉണ്ടായിട്ട് സിദ്ധു പേടിച്ചിട്ട് ഓടുന്ന ഒരു രംഗാണ് സഹൃദയരെ കാണുന്നത്. സിദ്ധു ഓടി 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 വരുന്നുണ്ട്. റീൽസിന് വേണ്ടിയുള്ള ഷോ ആട്ടോ ഇതൊക്കെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു അടുത്ത സ്ഥലത്ത് നിന്ന് റീൽസ് എടുക്കാനൊക്കെ. അതിനുശേഷം ഞാൻ സിദ്ധുവിനെ ഒന്ന് സുന്ദരിയാക്കി നോക്കിയതാട്ടോ. മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഭയങ്കര ക്യൂട്ടായിരുന്നു മോൻ കാണാൻ, ചിരിക്കുന്നതല്ലോ. പക്ഷെ ഓന് വേഗം കുറവായി. മതി 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 എന്നും പറഞ്ഞ് വേഗം ഊരി കേട്ടോ. പിന്നെ ഏറുമാടത്ത് കയറി സിദ്ധുവും ദേവും കുഞ്ഞും. ഞാൻ കയറിയിട്ടില്ല കേട്ടോ. ആടുന്ന് അതിൻ്റെ മുകളിൽ കയറിയിട്ട് നല്ല വ്യൂ ആണെന്നാണ് മക്കൾ പറഞ്ഞത്. പിന്നെ ആടുന്ന് ഞങ്ങൾ തിരിച്ച് വന്ന് ഭയങ്കര മിസ്സിങ് പോലെ തോന്നുമായിരുന്നു. അത്രയും ഭംഗിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.